The Price of Flowers is a beautiful story written by പ്രഭാത് കുമാർ മുഖോപാധ്യായ്. പ്രഭാത് കുമാർ മുഖോപാധ്യായ് എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. The main theme of this story is love. Love of a girl for her dead brother and her mother. ഈ ഒരു കഥയുടെ പ്രധാനപ്പെട്ട ആശയമായിട്ട് വരുന്നത് ലവ്, സ്നേഹമാണ്. ഒരു പെൺകുട്ടിയുടെ സ്നേഹമാണ്. ആരോടുള്ള സ്നേഹമാണ്? അവളുടെ മരണപ്പെട്ട സഹോദരനോടും അതുപോലെ തന്നെ അവളുടെ അമ്മയോടുള്ള സ്നേഹമാണ് ഈ ഒരു കഥയുടെ പ്രധാനപ്പെട്ട ആശയമായിട്ട് വരുന്നത്. There are 4 characters in this story. ഈ ഒരു കഥയിൽ ആകെ 4 കഥാപാത്രങ്ങളാണുള്ളത്. The characters in this story are Mr. Gupta, Maggie, Mrs. Clifford and Frank. ഇത്രയും 4 പേരാണ് ഈ ഒരു കഥയിലെ കഥാപാത്രങ്ങൾ. ഇനി ഈ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും നിർബന്ധമായിട്ടും നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. മിസ്റ്റർ ഗുപ്ത, ഹി ഈസ് ദ നരേറ്റർ ഓഫ് ദ സ്റ്റോറി. ഈ ഒരു കഥയുടെ ആഖ്യാതാവാണ് അദ്ദേഹം. അതായത് ഈ ഒരു കഥ വിവരിക്കുന്നത് അദ്ദേഹമാണ്. ഹി ഈസ് എൻ ഇന്ത്യൻ. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്. ആൻഡ് ഹി ലിവ്സ് ഇൻ ലണ്ടൻ ഫോർ ഹിസ് സിവിൽ സർവീസ് സ്റ്റഡി പേർപ്പസ്. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് ലണ്ടനിലാണ്. അദ്ദേഹം പഠനാവശ്യത്തിനു വേണ്ടി ഇപ്പോൾ ലണ്ടനിലാണ് താമസിക്കുന്നത്. ദ നെക്സ്റ്റ് ക്യാരക്ടർ മാഗി. മാഗി ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മാഗി. ഹെർ ഫുൾ നെയിം ഈസ് അലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. അവളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പേര് അലീസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നാണ്. ഷീ ഈസ് എ പുവർ ഇംഗ്ലീഷ് ഗേൾ. അവളൊരു പാവപ്പെട്ട ഇംഗ്ലീഷ് പെൺകുട്ടിയാണ്. ഷീ ഈസ് 13 or 14 years old. 13-14 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. ദ സ്റ്റോറി ഷോസ് ദ ലൈഫ് ഓഫ് ദിസ് യങ് ഗേൾ. ഈ ഒരു കഥ കാണിക്കുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെയാണ്. ഷീ വർക്ക്സ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ എ ഷോപ്പ്. ഒരു ഷോപ്പിൽ ടൈപ്പിസ്റ്റ് ആയിട്ടാണ് മാഗി ജോലി ചെയ്യുന്നത്. ആൻഡ് ഷീ ഡസൻ ലൈക്ക് ഹെർ ജോബ്. അവൾക്ക് ആ ടൈപ്പിസ്റ്റ് എന്ന ഒരു ജോലി അവൾക്ക് ഇഷ്ടമില്ല. ഷീ ലൈക്സ് ടു ബിക്കം എ സെക്രട്ടറി. അവളുടെ ആഗ്രഹം എന്താണ്? ഒരു സെക്രട്ടറി ആവാനാണ് അവളുടെ ആഗ്രഹം. ആൻഡ് ഷീ ലിവ്സ് വിത്ത് ഹെർ മദർ മിസ്സിസ് ക്ലിഫോർഡ്. അവളുടെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡിൻ്റെ കൂടെയാണ് മാഗി താമസിക്കുന്നത്. ആൻഡ് ഷീ ലവ്സ് ഹെർ മദർ ആൻഡ് ഹെർ ബ്രദർ ഫ്രാങ്ക് വെരി മച്ച്. അവൾ അവളുടെ അമ്മയെയും അതുപോലെ തന്നെ അവളുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് ക്യാരക്ടർ മിസ്സിസ് ക്ലിഫോർഡ്. മിസ്സിസ് ക്ലിഫോർഡ് ഈസ് മാഗീസ് മദർ. മാഗിയുടെ അമ്മയാണ് മിസ്സിസ് ക്ലിഫോർഡ്. ഷീ ഈസ് എ വിഡോ. അവളൊരു വിധവയാണ്. ഷീ മേക്സ് കേക്ക്സ് ഫോർ ഹെർ ലൈവ്ലിഹുഡ്. അവളുടെ ഉപജീവനത്തിനു വേണ്ടി പണം സമ്പാദിക്കാൻ അവൾ കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് സൂപ്പർസ്റ്റിഷ്യസ്. വലിയ അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് മിസ്സിസ് ക്ലിഫോർഡ്. ദ നെക്സ്റ്റ് ക്യാരക്ടർ ഫ്രാങ്ക്. ഫ്രാങ്ക് ഈസ് മാഗീസ് ബ്രദർ. ഫ്രാങ്ക് മാഗിയുടെ സഹോദരനാണ്. ഹി വാസ് എ സോൾജിയർ. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. ആൻഡ് ഹി വാസ് ഇൻ ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയിലായിരുന്നു. ഹി വാസ് കിൽഡ് ഇൻ എ ഫൈറ്റിംഗ്. ഒരു പോരാട്ടത്തിൽ, ഒരു യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് ബറീഡ് ഇൻ ഇന്ത്യ. അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലായിരുന്നു. ഓക്കെ, ഇത്രയും 4 കഥാപാത്രങ്ങളാണ് ഈ ഒരു കഥയിലുള്ളത്. അതായത് മിസ്റ്റർ ഗുപ്ത, മാഗി, മിസ്സിസ് ക്ലിഫോർഡ് ആൻഡ് ഫ്രാങ്ക്. ആൻഡ് ദ സ്റ്റോറി ഈസ് മൂവ്ഡ് ഫോർവേഡ് ത്രൂ ദ ഡയലോഗ്സ് എമംഗ് ദ 3 മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദി സ്റ്റോറി. മിസ്റ്റർ ഗുപ്ത, മാഗി ആൻഡ് ഹെർ മദർ മിസ്സിസ് ക്ലിഫോർഡ്. മിസ്റ്റർ ഗുപ്ത, മാഗി, മാഗിയുടെ അമ്മയായ മിസ്സിസ് ക്ലിഫോർഡ് എന്നിവരുടെ സംഭാഷണത്തിലൂടെയാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കഥയുടെ സമ്മറിയിലേക്ക് പ്രവേശിക്കാം. ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ ലണ്ടൻ. ഈ ഒരു കഥ സംഭവിക്കുന്നത് ലണ്ടനിലാണ്. മിസ്റ്റർ ഗുപ്ത മീറ്റ്സ് എ പൂർ ഇംഗ്ലീഷ് ഗേൾ ഫ്രം എ റെസ്റ്റോറൻറ്റ്. ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് മിസ്റ്റർ ഗുപ്ത ഒരു പാവപ്പെട്ട ഒരു ഇംഗ്ലീഷ് പെൺകുട്ടിയെ കണ്ടുമുട്ടുകയാണ്. ഹെർ നെയിം ഈസ് മാഗി. അവളുടെ പേരാണ് മാഗി. Actually, Maggie was trying to find out an Indian to clarify her doubts on India. മാഗി ഇന്ത്യയെക്കുറിച്ചുള്ള അവളുടെ സംശയങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളെ കണ്ടുമുട്ടാനുള്ള ശ്രമത്തിലായിരുന്നു. ഇന്ത്യയെക്കുറിച്ച് അവൾ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? ഹെർ ബ്രദർ വാസ് ഇൻ ഇന്ത്യ. അവളുടെ സഹോദരൻ ഇന്ത്യയിലായിരുന്നു. ഹി വാസ് എ സോൾജിയർ. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. ആൻഡ് ദർ വാസ് നോ ന്യൂസ് ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. കുറേ കാലമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരു വിവരവും ഇല്ലായിരുന്നു. Maggie's mother thought that India was a dangerous country full of tigers, snakes and beavers. മാഗിയുടെ അമ്മയായ മിസ്സിസ് ക്ലിഫോർഡിൻ്റെ ചിന്തയിൽ ഇന്ത്യ വളരെ അപകടകരമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് ഇന്ത്യ മുഴുവൻ കടുവകളും പാമ്പുകളും അതുപോലെ തന്നെ പല വിധത്തിലുള്ള അസുഖങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നായിരുന്നു മാഗിയുടെ അമ്മ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മാഗീസ് മദർ വാസ് സെർച്ചിങ് ഫോർ എൻ ഇന്ത്യൻ ടു ക്ലാരിഫൈ ഹെർ ഡൗട്ട്സ് ഓൺ ഇന്ത്യ. മാഗിയുടെ അമ്മ ഇന്ത്യയെക്കുറിച്ചുള്ള അവളുടെ സംശയങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളെ കാണാനുള്ള ആഗ്രഹത്തിലായിരുന്നു. ദെൻ മാഗി ഇൻവൈറ്റ്സ് മിസ്റ്റർ ഗുപ്ത ടു ഹെർ ഹൗസ് ആൻഡ് ഹി ആക്സെപ്റ്റ് ഹെർ ഇൻവിറ്റേഷൻ. അങ്ങനെ മിസ്റ്റർ ഗുപ്തയെ മാഗി അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം ആ ഒരു ക്ഷണം സ്വീകരിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ മിസ്റ്റർ ഗുപ്ത മാഗിയുടെ വീട്ടിലെത്തിയ സമയത്ത് വെൻ മാഗീസ് മദർ ഇൻക്വയർഡ് അബൌട്ട് ഇന്ത്യ മിസ്റ്റർ ഗുപ്ത ഡിസ്ക്രൈബ്സ് ഇന്ത്യ ടു ഹർ. അങ്ങനെ മാഗിയുടെ അമ്മ ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. നമുക്കറിയാം മാഗിയുടെ അമ്മയുടെ മനസ്സിലെ ഇന്ത്യ എങ്ങനെയുള്ള ഇന്ത്യയാണ്? ഇന്ത്യ മുഴുവൻ കടുവകളും പാമ്പുകളും അതുപോലെ തന്നെ ഡിഫറൻ്റായിട്ട് വ്യത്യസ്തമായ തരത്തിലുള്ള അസുഖങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നതായിരുന്നു മാഗിയുടെ അമ്മയുടെ മനസ്സിലുള്ള ഇന്ത്യ. ഓക്കെ, അതിന് മറുപടിയായിട്ട് മിസ്റ്റർ ഗുപ്ത പറയുന്ന ആൻസറാണ്, he says India is a beautiful country and safe to live. Snakes and tigers are in jungles. മിസ്റ്റർ ഗുപ്ത മാഗിയുടെ അമ്മയോട് ഇന്ത്യയെക്കുറിച്ച് വിവരിക്കുകയാണ്. ഇന്ത്യ വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നുള്ളതും അതുപോലെ തന്നെ ജീവിക്കാൻ വളരെ സേഫായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നും ദെൻ പാമ്പുകളും കടുവകളും കാടുകളിലാണ് എന്നും മിസ്റ്റർ ഗുപ്ത മാഗിയുടെ അമ്മയോട് ഇന്ത്യയെക്കുറിച്ച് വിവരിക്കുകയാണ്. ഇന്ത്യയെക്കുറിച്ചുള്ള ഈ ഒരു വിവരണം കേട്ട സമയത്ത് മാഗി ആൻഡ് മിസ്സിസ് ക്ലിഫോർഡ് വെയർ വെരി ഗ്ലാഡ് ടു ഹിയർ ദിസ് ഹാപ്പി ന്യൂസ്. ഈ ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത, അതായത് ഇന്ത്യയെക്കുറിച്ചുള്ള ഈ ഒരു വാർത്ത കേട്ട സമയത്ത് മാഗിയും മാഗിയുടെ അമ്മയും വളരെ സന്തോഷിക്കുകയാണ്. അങ്ങനെ മാഗിയുടെ അമ്മയായ മിസ്സിസ് ക്ലിഫോർഡും മിസ്റ്റർ ഗുപ്തയും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ മാഗിയുടെ അമ്മ അവളുടെ മകനായിട്ടുള്ള ഫ്രാങ്കിനെ കുറിച്ച് സംസാരിക്കുകയാണ്. മാഗീസ് മദർ ടെൽസ് ഹിം അബൌട്ട് ഹെർ സൺ ഫ്രാങ്ക്. He was a soldier and he was in Punjab and there was no news from him for a long time. കുറേ കാലമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് അവളുടെ മകനായിട്ടുള്ള ഫ്രാങ്കിൽ നിന്ന് ഒരു വിവരവും ഇല്ല എന്ന് മിസ്റ്റർ ഗുപ്തയോട് മാഗിയുടെ അമ്മ പറയുകയാണ്. ഫ്രാങ്ക് ഹാഡ് സെൻഡ് ദം എ ക്രിസ്റ്റൽ റിംഗ് ഫ്രം ഇന്ത്യ. ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്ന് അവർക്കൊരു പളുങ്കു രൂപത്തിലുള്ള ഒരു മോതിരം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേ ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് എ മാജിക് റിംഗ്. അവർ വിശ്വസിച്ചിരുന്നത് അതൊരു മാജിക് റിംഗ്, അതായത് ഒരു മാന്ത്രിക മോതിരമാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. മാഗിയും മാഗിയുടെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡും വിശ്വസിച്ചിരുന്നത്. അങ്ങനെ അവർ വിശ്വസിക്കാൻ കാരണം എന്താണ്? ഫ്രാങ്ക് ഹാഡ് റിട്ടൺ ദാറ്റ് ദ റിംഗ് വാസ് ഗിവൺ ടു ഹിം ബൈ എ യോഗി. ഫ്രാങ്ക് അവർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഒരു റിംഗ് ഇന്ത്യയിൽ വെച്ച് അദ്ദേഹത്തിന് കൊടുത്തത് ഒരു യോഗിയാണ് എന്നുള്ളതും. ദ യോഗി ഹാഡ് ടോൾഡ് ദാറ്റ് ദ റിംഗ് വാസ് എ മാജിക്കൽ വൺ. ആ ഒരു യോഗി ആ ഒരു മോതിരം ഫ്രാങ്കിന് ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് അതൊരു മാന്ത്രിക മോതിരമാണ് എന്നും ആ ഒരു യോഗി ഫ്രാങ്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാഗിയും മിസ്സിസ് ക്ലിഫോർഡും ഇതൊരു മാന്ത്രിക മോതിരമാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ആ ഒരു മോതിരത്തിൽ അവർ വിശ്വസിച്ചിരുന്ന മാന്ത്രിക ശക്തി എന്തായിരുന്നു? ഈ സംബഡി ലുക്ക്ഡ് ഇൻ ടു ദ റിംഗ് തിങ്കിങ് ഓഫ് എ പേഴ്സൺ ഹു ഈസ് ഈവൻ ഫാർ അവേ ഹി കുഡ് സീ ദ പേഴ്സൺ ആൻഡ് വാട്ട് ഹി വാസ് ഡൂയിങ്. വിദൂരത്തുള്ള ആരെങ്കിലും മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു റിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വിദൂരത്തുള്ള ആളെ കാണാൻ സാധിക്കും എന്നുള്ളതും അവർ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കാണാനും ആ ഒരു റിങ്ങിലൂടെ സാധിക്കും എന്നുള്ളതായിരുന്നു അവർ വിശ്വസിച്ചിരുന്ന ആ ഒരു അന്ധവിശ്വാസം. ആ ഒരു മോതിരത്തെക്കുറിച്ച് അവർ വിശ്വസിച്ചിരുന്ന ഒരു അന്ധവിശ്വാസം. ഈവൻ ദോ ഇറ്റ് വാസ് എ സൂപ്പർസ്റ്റിഷ്യൻ ദേ ബിലീവ്ഡ് ഇറ്റ്. അതൊരു അന്ധവിശ്വാസമായിരുന്നു എങ്കിൽ കൂടെ അവരത് വിശ്വസിച്ചിരുന്നു. അതായത് മാഗിയും മാഗിയുടെ അമ്മയും ആ ഒരു അന്ധവിശ്വാസം വിശ്വസിച്ചിരുന്നു. ആൻഡ് ദേ ഹാവ് കോൺസെൻട്രേറ്റഡ് അപ്പോൺ ദ റിംഗ് അഗെയിൻ ആൻഡ് അഗെയിൻ ടു സീ ഫ്രാങ്ക്. അവർ ഫ്രാങ്കിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു റിങ്ങിൽ പലതവണ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഫ്രാങ്കിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. ഫ്രാങ്ക് ഇന്ത്യയിലാണ്, അദ്ദേഹം പട്ടാളക്കാരനാണ്, അദ്ദേഹത്തിൽ നിന്ന് ഒരു വിവരവും ഇല്ലായിരുന്നു. അപ്പോൾ ഫ്രാങ്കിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് മാഗിയും മാഗിയുടെ അമ്മയും പല തവണ ആ ഒരു റിങ്ങിൽ നോക്കിയിരുന്നെങ്കിലും അവർക്ക് ഫ്രാങ്കിനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദേ ബിലീവ് ഇഫ് ആൻ ഇന്ത്യൻ ലുക്ക്ഡ് ഇൻ ടു ദ റിംഗ് തിങ്കിങ് ഓഫ് ഫ്രാങ്ക് ഹി ക്യാൻ സീ ഫ്രാങ്ക് ആൻഡ് വാട്ട് ഹീ ഈസ് ഡൂയിങ്. അങ്ങനെ അവർ വിശ്വസിച്ചിരുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ ഈ ഒരു റിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാങ്കിനെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാങ്കിനെ കാണാൻ സാധിക്കും എന്നുള്ളതും ഫ്രാങ്ക് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും എന്ന് അവർ വിശ്വസിച്ചിരുന്നു. മാഗിയും മിസ്സിസ് ക്ലിഫോർഡും വിശ്വസിച്ചിരുന്നു. ആൻഡ് മിസ്റ്റർ ഗുപ്ത ഓൾസോ കുഡിൻറ്റ് സീ എനിത്തിങ് ഇൻ ദ റിംഗ് വെൻ ഹി ട്രൈഡ് അക്കോർഡിംഗ് ടു ദെയർ റിക്വസ്റ്റ്. അങ്ങനെ മാഗിയുടെ അമ്മയായ മിസ്സിസ് ക്ലിഫോർഡിൻ്റെയും അപേക്ഷ പരിഗണിച്ചുകൊണ്ട് മിസ്റ്റർ ഗുപ്ത ആ ഒരു റിങ്ങിൽ നോക്കിയെങ്കിലും അദ്ദേഹത്തിനും ഒന്നും കാണാൻ സാധിച്ചില്ല. നമുക്കറിയാം ആക്ച്വലി ദർ വാസ് നോ ന്യൂസ് ഫ്രം ഫ്രാങ്ക് ഫോർ എ ലോങ് ടൈം. ഇന്ത്യയിൽ പട്ടാളക്കാരനായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഫ്രാങ്കിൽ നിന്ന് ഒരു വിവരവും കുറേ കാലമായിട്ട് ഒരു വിവരവും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ദ ഓൺലി ന്യൂസ് ദാറ്റ് ദ ഗെറ്റ് ഫ്രം ഇന്ത്യ വാസ് ഫ്രാങ്ക് വാസ് ഫൈറ്റിംഗ് ഇൻ ദ പഞ്ചാബ്. ഇന്ത്യയിൽ നിന്ന് അവർക്ക് ലഭിച്ച ഫ്രാങ്കിനെ കുറിച്ചുള്ള കിട്ടിയിട്ടുള്ള ആകെ ഒരു വിവരം എന്ന് പറയുന്നത് ഫ്രാങ്ക് ഇപ്പോൾ പഞ്ചാബിൽ ഒരു യുദ്ധത്തിലാണ്, ഒരു പോരാട്ടത്തിലാണ് എന്നുള്ള വിവരം മാത്രമാണ് ഫ്രാങ്കിനെ കുറിച്ച് അവർക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ആഫ്റ്റർ റിസീവിംഗ് ദിസ് ന്യൂസ് മിസ്സിസ് ക്ലിഫോർഡ് ബിക്കെയിം എ പേഷ്യൻറ്റ്. ഫ്രാങ്ക് ഇന്ത്യയിൽ ഒരു യുദ്ധത്തിലാണ്, ഒരു പോരാട്ടത്തിലാണ് എന്ന് കേട്ട സമയത്ത് ഫ്രാങ്കിൻ്റെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡ് ഒരു രോഗിയായി മാറുകയാണ്. And her condition became more serious because of her thoughts about her son Frank. ഫ്രാങ്കിന് അവളുടെ മകനായിട്ടുള്ള ഫ്രാങ്കിനെ കുറിച്ചുള്ള ചിന്തകളാൽ അവളുടെ അസുഖം കൂടുതൽ സീരിയസ് ആവുകയാണ്. So Maggie writes to Mr. Gupta about this situation and invites him to her house. അമ്മയുടെ അസുഖം വളരെ സീരിയസ് ആയതുകൊണ്ട് തന്നെ മാഗി മിസ്റ്റർ ഗുപ്തയ്ക്ക് ഒരു കത്ത് അയക്കുകയും അദ്ദേഹത്തെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ മിസ്റ്റർ ഗുപ്ത അവളുടെ മാഗിയുടെ വീട്ടിലെത്തിയ സമയത്ത് ഷീ റിക്വസ്റ്റ് ഹിം ടു ഗേസ് ഇൻ ടു ദ റിംഗ് ആൻഡ് ടെൽ ഹർ മദർ ദാറ്റ് ഫ്രാങ്ക് ഈസ് അലൈവ് ആൻഡ് വെൽ ഈവൻ ഇഫ് ഹി ഡിഡ് നോട്ട് സീ എനിത്തിങ് ഇൻ ദ റിംഗ്. അങ്ങനെ മാഗിയുടെ ക്ഷമ സ്വീകരിച്ചുകൊണ്ട് മിസ്റ്റർ ഗുപ്ത മാഗിയുടെ വീട്ടിലെത്തിയ സമയത്ത് മാഗി അദ്ദേഹത്തോട് റിക്വസ്റ്റ് നടത്തുകയാണ്. അതായത് എന്താണ് മാഗി നടത്തുന്ന റിക്വസ്റ്റ്? അദ്ദേഹം ആ ഒരു റിങ്ങിൽ നോക്കണം എന്നുള്ളതും ആ ഒരു റിങ്ങിൽ നോക്കിക്കൊണ്ട് അമ്മയോട് പറയണം ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതും ഫ്രാങ്കിനെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട് എന്നും ആ ഒരു റിങ്ങിൽ അദ്ദേഹം ഒന്നും കണ്ടിട്ടില്ല എങ്കിലും അമ്മയോട് ഈ ഒരു കാര്യം, അതായത് ഫ്രാങ്കിനെ അദ്ദേഹം ആ ഒരു റിങ്ങിൽ കാണുന്നുണ്ട് എന്നുള്ളതും ഫ്രാങ്ക് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതും ഫ്രാങ്കിന് ഒരു കുഴപ്പമില്ല എന്നും മാഗിയുടെ അമ്മയോട് പറയാൻ വേണ്ടി മാഗി മിസ്റ്റർ ഗുപ്തയോട് പറയുകയാണ്. And Mr. Gupta did accordingly, and this made Mrs. Clifford recover from illness. അങ്ങനെ മാഗി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മിസ്റ്റർ ഗുപ്ത ആ ഒരു റിങ്ങിൽ നോക്കിക്കൊണ്ട് അവളുടെ അമ്മയോട് പറയുകയാണ് ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യവും ഫ്രാങ്കിനെ അദ്ദേഹത്തിന് ആ ഒരു റിങ്ങിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് മാഗിയുടെ അമ്മയുടെ അസുഖം ഭേദമാവുകയാണ്. ബട്ട് ലേറ്റർ മിസ്റ്റർ ഗുപ്ത വാസ് അഷൈംഡ് ടു ഫേസ് മിസ്സിസ് ക്ലിഫോർഡ്. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മിസ്റ്റർ ഗുപ്തക്ക് മാഗിയുടെ അമ്മയെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, ഒരു നാണക്കേട് തോന്നുകയാണ്. കാരണം എന്താണ്? Because Frank had been dead some days before when he told her he was alive and well. ആക്ച്വലി മിസ്റ്റർ ഗുപ്ത മാഗിയുടെ അമ്മയോട് ആ ഒരു മോതിരത്തിൽ നോക്കിക്കൊണ്ട് അദ്ദേഹം ഫ്രാങ്കിനെ കാണുന്നുണ്ട് എന്നുള്ളതും ഫ്രാങ്കിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അദ്ദേഹം വളരെ സേഫാണ് എന്ന് പറഞ്ഞതിന് മുമ്പേ തന്നെ ഇന്ത്യയിൽ വെച്ച് ഫ്രാങ്ക് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. Since Mr. Gupta had told Mrs. Clifford a lie, he was ashamed to face her. മിസ്റ്റർ ഗുപ്ത മാഗിയുടെ അമ്മയോട് ഒരു കളവ് പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് മിസ്സിസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ മടി തോന്നുകയാണ്. മിസ്റ്റർ ഗുപ്ത മാഗിയുടെ അമ്മയോട് പറഞ്ഞ കളവെന്താണ്? അദ്ദേഹം ആ ഒരു റിങ്ങിൽ നോക്കിക്കൊണ്ട് അമ്മയോട് പറയുകയാണ് അദ്ദേഹം ഫ്രാങ്കിനെ ആ ഒരു മോതിരത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതും അദ്ദേഹം ഇന്ത്യയിൽ വളരെ സേഫാണ് എന്നുള്ളതും ഈ ഒരു കാര്യമെല്ലാം ആ ഒരു മോതിരത്തിൽ കാണുന്നുണ്ട് എന്നുള്ള കാര്യമായിരുന്നു മിസ്റ്റർ ഗുപ്ത മാഗിയുടെ അമ്മയോട് പറഞ്ഞിട്ടുള്ള കളവ്. എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം ആ ഒരു കളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മാഗിയുടെ അമ്മയുടെ അസുഖം ഭേദമാകുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ആ ഒരു കളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വെൻ മിസ്റ്റർ ഗുപ്ത റിട്ടേൺസ് ടു ഇന്ത്യ, മാഗി വിസിറ്റ്സ് ഹിം. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മിസ്റ്റർ ഗുപ്ത ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് മാഗി അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. മാഗി ഗീവ്സ് എ ഷില്ലിംഗ് ടു മിസ്റ്റർ ഗുപ്ത ടു ബൈ ഫ്ലവേഴ്സ് ടു പ്ലേസ് ദം ഓൺ ഹെർ ബ്രദേഴ്സ് ഗ്രേവ്. അങ്ങനെ മാഗി അദ്ദേഹത്തിന് മിസ്റ്റർ ഗുപ്തയ്ക്ക് ഒരു ഷില്ലിംഗ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? പൂക്കൾ വാങ്ങുന്നതിന് വേണ്ടി. എന്തിനാണ് ആ ഒരു പൂക്കൾ വാങ്ങുന്നത്? അവളുടെ സഹോദരൻ്റെ ശവകുടീരത്തിൽ വെക്കുന്നതിന് വേണ്ടി. നമുക്കറിയാം മാഗിയുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിൻ്റെ ശവമടക്കിയിട്ടുള്ളത് ഇന്ത്യയിലാണ്, അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇന്ത്യയിലാണ്. ഓക്കെ, അവിടെ പൂക്കൾ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാഗി ഒരു ഷില്ലിംഗ് മിസ്റ്റർ ഗുപ്തയ്ക്ക് കൊടുക്കുന്നത്. At first, Mr. Gupta thinks to give back the shilling to Maggie. Because Maggie is a poor girl, he knows to earn a shilling, he had to do a lot of work. She earned that shilling with so much hard work. അങ്ങനെ മാഗിയുടെ സഹോദരൻ്റെ ശവകുടീരത്തിൽ വെക്കുന്നതിന് വേണ്ടി പൂക്കൾ വാങ്ങാൻ വേണ്ടി മാഗി ഒരു ഷില്ലിംഗ് മിസ്റ്റർ ഗുപ്തക്ക് കൊടുത്ത സമയത്ത് ആദ്യം തന്നെ അദ്ദേഹം ചിന്തിക്കുന്നത് അത് അവൾക്ക് തിരിച്ചു കൊടുക്കാനാണ്. ആ ഒരു ഷില്ലിംഗ് അവൾക്ക് തിരിച്ചു കൊടുക്കാനാണ്. കാരണം എന്താണ്? അവൾ അത്രത്തോളം ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്തിട്ടാണ് ആ ഒരു പണം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ഗുപ്ത ആ ഒരു പണം തിരികെ കൊടുക്കാൻ ചിന്തിക്കുകയാണ്. ബട്ട് ഹി ഫീൽസ് ഇറ്റ് വിൽ ഡിപ്രൈവ് ദ ഗേൾ ഓഫ് ദ ജോയ് ഓഫ് സാക്രിഫൈസ് ഷി വാസ് മേക്കിംഗ് ഫോർ ഹെർ ഡെഡ് ബ്രദർ. എന്നാൽ പിന്നീട് മിസ്റ്റർ ഗുപ്ത ചിന്തിക്കുകയാണ് അദ്ദേഹം ആ ഒരു പണം തിരികെ നൽകി കഴിഞ്ഞാൽ മാഗിക്ക് അതുകൊണ്ട് കിട്ടുന്ന ഒരു സന്തോഷം ഇല്ലാതാകും. അതായത് അവളുടെ മരണപ്പെട്ടു പോയ സഹോദരന് വേണ്ടി അവൾ ചെയ്യുന്ന ആ ഒരു ത്യാഗം കൊണ്ട് അവൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അതില്ലാതാകും എന്ന് മിസ്റ്റർ ഗുപ്തക്ക് മനസ്സിലാവുകയാണ്. സോ മിസ്റ്റർ ഗുപ്ത ഡിസൈഡഡ് ടു റിസീവ് ദ ഷില്ലിംഗ് ഫ്രം മാഗി ടു മേക്ക് ഹെർ ഹാപ്പി. അങ്ങനെ അവളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മിസ്റ്റർ ഗുപ്ത മാഗി കൊടുത്ത ആ ഒരു ഷില്ലിംഗ് വാങ്ങുകയാണ്. And Mr. Gupta gives promise to Maggie that he will visit the grave of her brother Frank in India and place flowers on his grave. അങ്ങനെ ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിന് മുമ്പായിട്ട് മിസ്റ്റർ ഗുപ്ത മാഗിക്ക് ഒരു പ്രോമിസ്, ഒരു വാഗ്ദാനം നൽകുകയാണ്. എന്താണ് നൽകുന്ന വാഗ്ദാനം? അദ്ദേഹം ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ അവളുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിൻ്റെ ശവകുടീരത്തിൽ പൂക്കൾ വെക്കും എന്നുള്ള കാര്യം മിസ്റ്റർ ഗുപ്ത മാഗിയോട് പ്രോമിസ് ചെയ്യുകയാണ്. Okay dear students, this is the story The Price of Flowers. Then what is the theme of this story? The main theme of the story is love of a girl for her dead brother and her mother. ഈ ഒരു കഥയുടെ പ്രധാനപ്പെട്ട ആശയം എന്നുള്ളത് സ്നേഹമാണ്. ഒരു പെൺകുട്ടിയുടെ സ്നേഹമാണ് അവളുടെ മരണപ്പെട്ട സഹോദരനോടും അവളുടെ അമ്മയോടുമുള്ള അടങ്ങാത്ത അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ സ്നേഹമാണ് ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട ആശയം.